ആർക്കും ഭൂരിപക്ഷമില്ലാതെ പാലാ നഗരസഭ LDF-ന് 12 UDF-ന് 10 സീറ്റുകൾ ലഭിച്ചപ്പോൾ 4 സീറ്റുകൾ സ്വതന്ത്രം നേടി. ബിനി പുളിക്കേണ്ടതിന്റെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര കൂട്ടായ്മയുടെ നിലപാടുകൾ നിർണായകമാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പാലാ നഗരസഭയിൽ ആർക്കും ഭൂരിപക്ഷം ലഭിച്ചില്ല. കഴിഞ്ഞ തവണ 17 സീറ്റുകൾ നേടി LDF ഭരണം നടത്തിയിരുന്ന പാലാ നഗരസഭയിൽ ഇത്തവണ LDF-ന് 12 സീറ്റുകളാണ് നേടാൻ കഴിഞ്ഞത്. UDF-ന് 10 സീറ്റുകൾ ലഭിച്ചപ്പോൾ 4 സീറ്റുകൾ സ്വതന്ത്രന്മാരാണ് നേടിയത്. പാലാ നഗരസഭയിൽ സ്വതന്ത്രരായി മത്സരിച്ച ബിനു പുളിക്കക്കണ്ടം, മകൾ ദിയ പുളിക്കക്കണ്ടം, ബിനുവിൻ്റെ സഹോദരൻ ബിജു പുളിക്കക്കണ്ടം എന്നിവരാണ് സ്വതന്ത്ര കൂട്ടായ്മയിൽ വിജയിച്ചത്. ഇതോടൊപ്പം കോൺഗ്രസ് റിബലായി മത്സരിച്ച മായ രാഹുലും വിജയം നേടിയിട്ടുണ്ട്. പ്രൊഫസർ സതീഷ് ചൊള്ളാനിയെയാണ് മായ രാഹുൽ പരാജയപ്പെടുത്തിയത്. ആദ്യമേ വലിയ സന്തോഷത്തോടെയാണ് ഞങ്ങൾ 3 പേര് നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പേ നിങ്ങളെല്ലാവരോടും ഞങ്ങൾ പറഞ്ഞിരുന്നു, രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങളുടെ ഈ കൂട്ടായ്മ വിജയം വരിക്കുമെന്ന്. അത് ഞങ്ങൾ വിശ്വാസം അർപ്പിച്ച ജനങ്ങൾ, ഞങ്ങളെ വിശ്വസിച്ച ജനങ്ങൾ അത് പൂർണ്ണമായി പാലിച്ചിരിക്കുകയാണ്. വലിയ സന്തോഷം. ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും സാധിക്കാത്ത രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം അത് പൂർണ്ണമായി ജനം ഉൾക്കൊണ്ടു. അത് മാത്രമല്ല, ചില രാഷ്ട്രീയ കാലം കാത്തു സൂക്ഷിച്ച കാവ് നീതി എന്നാണ് ഞങ്ങൾ ഈ വിജയത്തെ പ്രാഥമികമായി വിലയിരുത്തുന്നത്. ആ കാലം കാത്തു സൂക്ഷിച്ച കാവ്യ നീതി നമ്മളോട് കഴിഞ്ഞ 5 വർഷക്കാലമായി ചില രാഷ്ട്രീയ കക്ഷികൾ, ചില നേതാക്കൾ കാണിച്ചു കൂട്ടിയ നെറുകേടിനെതിരെ പാലായിലെ ജനങ്ങൾ പ്രതികരിച്ചതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇത്. ഏതായാലും നെറുകെട്ട രാഷ്ട്രീയത്തിന് പാലായിലെ ജനങ്ങൾ മറുപടി നൽകിയിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് പിന്നീട്. സ്വതന്ത്ര കൂട്ടായ്മയുടെ സഹകരണത്തോടെ UDF-ന് ഭരണത്തിലെത്താൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. നഗരസഭയിലേക്ക് മത്സരിച്ച ഷാജു തുരുത്തനും ബെറ്റി ഷാജു തുരുത്തനും വൻ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടു. നഗരസഭയിലെ 1ഉം 2ഉം വാർഡുകൾ മത്സരിച്ച കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥികളും മുൻ ചെയർമാൻമാരുമായ ഷാജു തുരുത്തനും ബെറ്റി ഷാജു തുരുത്തനും വൻ വിജയം നേടി. 26ാം വാർഡിൽ LDF-ലെ റോയി ഫ്രാൻസിസിനാണ് പാലാ നഗരസഭയിലെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷം ലഭിച്ചത്. 366 വോട്ടാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത്. 18ാം വാർഡിൽ ഇരു മുന്നണികൾക്കും തുല്യ വോട്ട് വന്നതോടുകൂടി നറുക്കെടുപ്പിലൂടെയാണ് വിജയം നിർണയിച്ചത്. UDF-ലെ ലിസിക്കുട്ടി മാത്യുവാണ് നറുക്കെടുപ്പിലൂടെ വിജയം കണ്ടെത്തിയത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.